ഡോക്ടർ ശ്രുതി ഫ്രം GR ആയുർവേദ. ക്രാക്ഡ് ഹീൽസ് അല്ലെങ്കിൽ ഉപ്പുറ്റി വിണ്ടുകീറൽ, ആയുർവേദത്തിൽ ഇതിനെ പാദധാരി എന്നാണ് പറയപ്പെടുന്നത്. ക്ഷുദ്രരോഗത്തിൽപ്പെട്ടതാണ് ഇത്. സ്കിന്നിനെ അപേക്ഷിച്ച് പാദത്തിൻ്റെ സ്കിന്നിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. ഉപ്പുറ്റിയിലെ തൊലി ഡ്രൈ ആയി കട്ടി കൂടുമ്പോഴാണ് ഉപ്പുറ്റി വിണ്ടുകീറൽ ഉണ്ടാകുന്നത്. വിണ്ടുകീറലിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാകമല്ലാത്തതും ഹൈ ഹീൽഡ് ആയിട്ടുള്ളതും ടൈറ്റ് ആയിട്ടുള്ളതുമായ ഷൂ ഇടുമ്പോൾ ഉപ്പുറ്റിയിലേക്ക് പ്രഷർ കൂടുതൽ വരുന്നത് മൂലം ഉപ്പുറ്റി വിണ്ടുകീറൽ ഉണ്ടാകാനിടയുണ്ട്. ഇന്ന് ജോലി ചെയ്യുന്നവർ, അതായത് ടീച്ചേഴ്സ്, സെക്യൂരിറ്റി, പോലീസ് എന്നിവർക്കും, അതുപോലെ അയൺ, സിങ്ക് ഡെഫിഷ്യൻസി എന്നിവയുള്ളവർക്കും, അതുപോലെ ഡയബറ്റീസ്, തൈറോയിഡ് എന്നിവയുള്ളവർക്കും, സ്കിൻ ഡിസീസസ് ആയ എക്സിമ, സോറിയാസിസ്, ഡ്രൈ സ്കിൻ എന്നിവയുള്ളവർക്കും, അതുപോലെ ഓവർ വെയ്റ്റ് ഉള്ളവർക്കുമാണ് കൂടുതലായി ഉപ്പുറ്റി വിണ്ടുകീറൽ കണ്ടുവരുന്നത്. ഉപ്പുറ്റി വിണ്ടുകീറൽ മാറുന്നതിനായി അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ ചെറു ചൂടുവെള്ളത്തിലോ ഷാമ്പൂ ചേർത്ത വെള്ളത്തിലോ ഉപ്പുവെള്ളത്തിലോ കാല് 10 മിനിറ്റ് മുക്കി വയ്ക്കുക. അതിനുശേഷം കാല് നന്നായി തുടച്ച് പിമൈൽ സ്റ്റോണോ അല്ലെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ കല്ലിലോ മൃദുവായി ഉരച്ച് ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യുക. മോയ്സ്ചറൈസേഴ്സ് ഏതെങ്കിലും പുരട്ടുക. വെളിച്ചെണ്ണ, എള്ളെണ്ണ, നെയ്യ്, പെട്രോളിയം ജെല്ലി അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ്, അലോവേര ജെൽ ഇതിലേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, ആര്യവേപ്പ് അല്ലെങ്കിൽ കറിവേപ്പില നന്നായി അരച്ച് 10 മിനിറ്റ് പുരട്ടിയതിന് ശേഷം കഴുകിക്കളയുക. വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, തേൻ എന്നിവ യോജിപ്പിച്ച് കൂടെ പുരട്ടുക. അധികമായിട്ടുള്ള വിണ്ടുകീറൽ സെല്ലുലൈറ്റിസ് പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് കാരണമായേക്കാം. അതുപോലെ തന്നെ ഡയബറ്റിക് ആയവർക്ക് ഡയബറ്റിക് ഫുട്ട് അൾസർ വരാനും സാധ്യതകളുണ്ട്.